അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പതിറ്റാണ്ടുകളായി വേനൽക്കാലം എന്നാൽ പേടി സ്വപ്നമായ ഒരനുഭവമാണ് ഗൾഫ് നാടുകളിൽ. സൂര്യൻ ആകാശത്ത് നിന്ന് കനൽ ചില്ലകൾ കോരിയെറിയുന്ന ഓഗസ്റ്റ് മാസത്തിൽ മരുഭൂമിയുടെ മണ്ണ് തിളച്ചു നിൽക്കുകയാണ് പതിവ്. എന്നാൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുന്ന അതേ ദിവസങ്ങളിൽ തന്നെ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ആകാശം കറുത്തുരുണ്ട് കനത്ത മഴ പെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കുന്നവർ കുറവായിരിക്കും. ഒരു വശത്ത് കനത്ത ചൂടും മറുവശത്ത് പേമാരിയും ഇടിമിന്നലും എന്ന വേറിട്ട അവസ്ഥയിലൂടെയാണ് പ്രവാസി സമൂഹവും പ്രാദേശിക നിവാസികളും ഇപ്പോൾ കടന്നുപോകുന്നത്. അലൈനിലും വടക്കൻ എമിറേറ്റുകളിലും പെയ്തിറങ്ങിയ കനത്ത മഴയും റോഡുകളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകളും വരാനിരിക്കുന്ന വലിയ കാലാവസ്ഥാ മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. ചൂടുകാലത്ത് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം മഴ പ്രകൃതിയുടെ അപൂർവമായ ഒരു പ്രതിഭാസമാണെങ്കിലും ഇതിന് പിന്നിൽ വ്യക്തമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം ആഗോളതലത്തിൽ കാലാവസ്ഥ വലിയ തോതിൽ സ്വാധീനിക്കുന്ന എൽനീനോ പ്രതിഭാസമാണ് ഈ അസ്ഥിരതയ്ക്ക് പ്രധാന കാരണം. ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പസഫിക് സമുദ്രത്തിലെ ജല ഉപരിതലം സാധാരണയേക്കാൾ കൂടുതൽ ചൂടാകുന്നതാണ് എൽനീനോയ്ക്ക് വഴിവെക്കുന്നത്. ഇത് ആഗോള കാറ്റിന്റെ ഗതിയെയും മഴയുടെ പാതകളെയും മാറ്റിമറിക്കുന്നു. UAE പോലെയുള്ള രാജ്യങ്ങളിൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് ക്രമാതീതമായി ഉയർത്താൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന താപനില നിലനിൽക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ ജലബാഷ്പം വലിച്ചെടുക്കപ്പെടുന്നു. ഇത് ഉച്ചയ്ക്ക് ശേഷം സംവഹന സ്വഭാവമുള്ള ശക്തമായ മേഘരൂപീകരണത്തിന് ഇടയാക്കുന്നു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലും തെക്കൻ കിഴക്കൻ മേഖലകളിലും ഇത്തരത്തിൽ പെട്ടെന്ന് മേഘങ്ങൾ രൂപപ്പെട്ട് ശക്തമായ മഴയായും ആലിപ്പഴ വീഴ്ചയായും പെയ്തിറങ്ങുന്നു. എന്നാൽ ഈ മഴ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും അന്തരീക്ഷത്തിലെ മൊത്തത്തിലുള്ള താപനിലയിൽ വലിയ കുറവുണ്ടാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം അസ്ഥിര കാലാവസ്ഥകൾ വലിയ അപകട സാധ്യതകൾ ഉയർത്തുന്നുണ്ട്. ഓറഞ്ച്, മഞ്ഞ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അധികൃതർ ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നു. മഴയേക്കാൾ ഉപരി മഴയ്ക്കൊപ്പമുണ്ടാകുന്ന ശക്തമായ തരംഗക്കാറ്റുകളും ഇടിമിന്നലുകളുമാണ് കൂടുതൽ അപകടകാരികൾ. മണിക്കൂറിൽ കിലോമീറ്ററുകൾ വേഗതയിൽ താഴേക്ക് വീശിയടിക്കുന്ന കാറ്റ് കാഴ്ചാപരിധി കുറയ്ക്കുകയും വഴിയിലുള്ള വസ്തുക്കൾ പറന്നുപോകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇത്തരം സമയങ്ങളിൽ താഴ്വരകളിലെയും വാദികളിലെയും വെള്ളപ്പൊക്ക സാധ്യത ഏറെ കൂടുതലാണ്. സാധാരണ വറ്റുവരണ്ട് കിടക്കുന്ന താഴ്വരകളിൽ മിനിറ്റുകൾക്കുള്ളിൽ കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാം. അതുകൊണ്ട് തന്നെ അത്തരം താഴ്ന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. ഡ്രൈവിംഗിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അബുദാബി പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഭാഗങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള വേഗത നിയന്ത്രണങ്ങൾ പാലിക്കുകയും ഡിജിറ്റൽ ബോർഡുകളിലെ മുന്നറിയിപ്പുകൾ കർശനമായി പിന്തുടരുകയും വേണം. UAEക്ക് പുറമെ അയൽ രാജ്യങ്ങളായ ഒമാനിലും സൗദി അറേബ്യയിലും വടക്കൻ പർവ്വതനിരകളിലും ശക്തമായ മഴയും ആലിപ്പഴ വീഴ്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത ചൂടിന്റെയും അസ്ഥിര കാലാവസ്ഥയുടെയും നടുവിൽ നിൽക്കുമ്പോഴാണ് ആകാശത്ത് ഒരു പ്രകാശ ബിന്ദു തെളിയുന്നത്. ഓഗസ്റ്റ് 24-ന് തെളിയുമെന്ന് പ്രതീക്ഷിക്കുന്ന സുഹൈൽ നക്ഷത്രത്തിന്റെ ഉദയം അറബ് പാരമ്പര്യത്തിന്റെ വേനലിന്റെ കഠിനമായ ഘട്ടം അവസാനിക്കുന്നതിന്റെ പ്രതീകമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശോഭയുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായ കാനോപ്പസ് എന്ന സുഹൈൽ നൂറ്റാണ്ടുകളായി മരുഭൂമിയിലെ മനുഷ്യർക്ക് ദിശാസൂചകവും കാലാവസ്ഥാ കലണ്ടറുമായിരുന്നു. ആധുനിക ഉപഗ്രഹ സാങ്കേതിക വിദ്യകളോ കമ്പ്യൂട്ടർ മാപ്പുകളോ ഇല്ലാതിരുന്ന കാലത്ത് പുരാതന അറബ് ജനത തങ്ങളുടെ ജീവിതം ക്രമീകരിച്ചിരുന്നത് ആകാശത്തിലെ ഇത്തരം മാറ്റങ്ങൾ നോക്കിയാണ്. അൽ ദുരൂർ എന്ന പരമ്പരാഗത ജ്യോതിശാസ്ത്ര രീതി അനുസരിച്ച് വർഷത്തെ 36 10 ദിവസ ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സുഹൈൽ നക്ഷത്രം തെളിയുന്നതോടെ വിതയ്ക്കുന്ന സമയം, കൃഷിരീതികൾ, കാറ്റിന്റെ ഗതി, മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ കാലയളവുകൾ, ദേശാടന പക്ഷികളുടെ വരവ് എന്നിവ കർഷകരും കടൽ യാത്രികരും കണക്കാക്കിയിരുന്നു. ഈ ചരിത്രപരമായ അറിവുകൾ കേവലം ഒരു വിശ്വാസം എന്നതിനേക്കാൾ ഇന്നും ഗൾഫ് മേഖലയുടെ സാംസ്കാരിക പൈതൃകമായി അങ്ങനെ നിലനിൽക്കുന്നു. സുഹൈൽ നക്ഷത്രം ഉദിച്ച ഉടൻ തന്നെ രാജ്യത്ത് തണുപ്പ് പടരുമെന്ന് കരുതുന്നത് തെറ്റായ ധാരണയാണ്. കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു നക്ഷത്രത്തിന് ഭൂമിയിലെ അന്തരീക്ഷ താപനില നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രലോകവും ജ്യോതിശാസ്ത്ര വിദഗ്ധരും വ്യക്തമാക്കുന്നുണ്ട്. ഉദയത്തിന് ശേഷം ആരംഭിക്കുന്ന 40 ദിവസം നീളുന്ന സുഫ്രിയ എന്ന പരിവർത്തന ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. തീയിൽ നിന്ന് മാറ്റിവെച്ചാലും പാത്രത്തിലെ ചൂട് കുറച്ചു സമയം കൂടി നിലനിൽക്കുന്നത് പോലെയാണ് മരുഭൂമിയിലെ താപനില. ഓഗസ്റ്റ് അവസാനത്തോടെ ചൂടിന്റെ തീവ്രതയിൽ ചെറിയ കുറവുണ്ടാകുമെങ്കിലും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് വർദ്ധിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മൂടൽമഞ്ഞും കനത്ത ഈർപ്പവും അനുഭവപ്പെടുന്നത് സാധാരണയാണ്. എന്നാൽ രാത്രികളിൽ പതുക്കെ തണുപ്പുള്ള കാറ്റ് വീശി തുടങ്ങും. ഒക്ടോബർ പകുതിയോടെ വസം എന്ന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അന്തരീക്ഷം കൂടുതൽ സുഖകരമാകുന്നത്. ഒടുവിൽ നവംബർ അവസാനത്തോടെയോ ഡിസംബർ മധ്യത്തോടെയോ മാത്രമാണ് യഥാർത്ഥ തണുപ്പുകാലം UAEയിൽ പൂർണ്ണമായി പിടിമുറുക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ച ഇക്കാലത്തും പ്രകൃതിയുടെ ഇത്തരം പ്രതിഭാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മുൻകരുതലിന്റെയും പാരമ്പര്യ അറിവുകളുടെയും പ്രാധാന്യമാണ്.
കനത്ത മഴയും അപ്രതീക്ഷിത കാറ്റും വിതയ്ക്കുന്ന ഭീഷണി നേരിടാൻ അതോറിറ്റികൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഔദ്യോഗിക സ്രോതസ്സുകളിലൂടെ വരുന്ന കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ പിന്തുടരുകയും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വ്യാജ പ്രചാരണങ്ങളിൽ വീഴാതിരിക്കുകയും ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. വരാനിരിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങളുടെ സൂചനകൾ ഉൾക്കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മരുഭൂമിയും അതിലെ നിവാസികളും. യുഎയിലെ തൊഴിൽ വിപണിയിൽ ജോലി ചെയ്യുന്ന ഏതൊരു പ്രവാസിക്കും പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ വിവരണാതീതമാണ്. കമ്പനികളുടെ പുനഃസംഘടന, പദ്ധതികൾ പൂർത്തിയാകൽ, അല്ലെങ്കിൽ സാമ്പത്തിക മന്ദഗതി എന്നിവ കാരണം അപ്രതീക്ഷിതമായി തൊഴിൽ രഹിതരാകുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസമായി മാറിയ പദ്ധതിയാണ് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് അഥവാ ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെന്റ്. യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയവും ദുബായ് ഇൻഷുറൻസ് ഉൾപ്പെടുന്ന പൊതു ഇൻഷുറൻസ് പൂളും ചേർന്നാണ് ഈ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. 2023 ജനുവരി 1 മുതൽ യുഎഇയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്വകാര്യ ഫെഡറൽ സർക്കാർ മേഖലാ ജീവനക്കാർക്കും ഇത് നിർബന്ധിതമാക്കിയിട്ടുണ്ട്. തൊഴിൽ നഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് പുതിയൊരു ജോലി കണ്ടെത്തുന്നതുവരെയുള്ള ഇടവേളകളിൽ സാമ്പത്തിക കൈത്താങ് നൽകുക എന്നതാണ് ഈ സുരക്ഷാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്രതീക്ഷിതമായി തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളിൽ ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ 60% തുക പരമാവധി 3 മാസത്തേക്ക് ഇൻഷുറൻസ് ആനുകൂല്യമായി നൽകുന്ന സംവിധാനമാണ് ILOE. ഈ പദ്ധതിയെക്കുറിച്ച് പ്രവാസികൾക്കിടയിലുള്ള വലിയൊരു തെറ്റിദ്ധാരണ ഇത് അവരുടെ എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റിക്ക് പകരമുള്ളതാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഗ്രാറ്റുവിറ്റിയും തൊഴിലില്ലായ്മ ഇൻഷുറൻസും തികച്ചും വ്യത്യസ്തമായ രണ്ട് ആനുകൂല്യങ്ങളാണ്. ഗ്രാറ്റുവിറ്റി എന്നത് ഒരു ജീവനക്കാരൻ സ്ഥാപനത്തിന് നൽകിയ സേവനത്തിന് തൊഴിലുടമ നൽകുന്ന എൻഡ് ഓഫ് സർവീസ് തുകയാണ്. എന്നാൽ ILOE എന്നത് തൊഴിലുടമയുടെ പങ്കാളിത്തമില്ലാതെ ജീവനക്കാരൻ നേരിട്ട് ഇൻഷുറൻസ് പൂളിലേക്ക് അയക്കുന്ന പ്രീമിയത്തിന് പകരമായി സർക്കാർ മേൽനോട്ടത്തിൽ ലഭിക്കുന്ന വരുമാന സുരക്ഷാ സഹായമാണ്. അതിനാൽ തൊഴിൽ നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് കമ്പനി നൽകുന്ന എല്ലാ സർവീസ് ആനുകൂല്യങ്ങളും വാങ്ങുന്നതോടൊപ്പം തന്നെ ILOE ക്ലെയിം ചെയ്യാനും സാധിക്കും. തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കി പ്രധാനമായും 2 നിരക്കുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 16,000 ദിർഹമോ അതിൽ താഴെയോ അടിസ്ഥാന ശമ്പളമുള്ളവർ ടയർ 1ലും 16,000 ദിർഹത്തിന് മുകളിൽ അടിസ്ഥാന ശമ്പളമുള്ളവർ ടയർ 2ലും ഉൾപ്പെടുന്നുണ്ട്. ടയർ 1ൽ ഉൾപ്പെടുന്നവർ പ്രതിമാസം 5 ദിർഹം നിരക്കിലാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. ഇവർക്ക് തൊഴിൽ നഷ്ടമായാൽ മാസം പരമാവധി 10,000 ദിർഹം വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കും. എന്നാൽ 16,000 ദിർഹത്തിന് മുകളിൽ ശമ്പളമുള്ള ടയർ 2ലുള്ളവർ പ്രതിമാസം 10 ദിർഹമാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. ഇവർക്ക് മാസം പരമാവധി 20,000 ദിർഹം വരെ ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. ഇൻഷുറൻസ് എടുത്തതിനു ശേഷം ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 16,000 ദിർഹത്തിന് മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ അവർ ILOE പോർട്ടലിൽ കയറി സ്വന്തമായി ടയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ചില നിർണായക മാറ്റങ്ങൾ അധികൃതർ നടപ്പിലാക്കിയിട്ടുണ്ട്. മുൻപ് മാസം തോറുമോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ പ്രീമിയം അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പുതുതായി ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവർ കുറഞ്ഞത് 2 വർഷത്തെ കാലാവധിയുള്ള പോളിസി ഒറ്റത്തവണയായി തന്നെ എടുക്കണമെന്ന് നിയമമുണ്ട്. കൂടാതെ ഒരു പ്രവാസി തന്റെ യുഎഇയിലെ മുഴുവൻ ഔദ്യോഗിക ജീവിത കാലയളവിലും കൂടി ആകെ പരമാവധി 12 മാസത്തെ ആനുകൂല്യം മാത്രമേ ILOE വഴി കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന വിവരവും പ്രധാനമാണ്. എല്ലാ പ്രവാസികൾക്കും ഈ ഇൻഷുറൻസ് ബാധകമല്ല. കമ്പനി നിക്ഷേപകർ അല്ലെങ്കിൽ ബിസിനസ് ഉടമകൾ, ഗാർഹിക തൊഴിലാളികൾ, താൽക്കാലിക കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ, 18 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ, പെൻഷൻ കൈപ്പറ്റുന്ന വിരമിച്ച ജീവനക്കാർ എന്നിവരെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. യുഎഇയിൽ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാതിരിക്കുന്നതും പ്രീമിയം തുക കൃത്യമായി അടയ്ക്കാതിരിക്കുന്നതും ഗുരുതരമായ നിയമലംഘനമായാണ് അധികൃതർ കണക്കാക്കുന്നത്. ഇൻഷുറൻസിൽ നിശ്ചിത സമയത്തിനകം രജിസ്റ്റർ ചെയ്യാത്ത ജീവനക്കാർക്ക് 400 ദിർഹം പിഴ ചുമത്തുന്നതാണ്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം പ്രീമിയം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 200 ദിർഹം പിഴ ഈടാക്കും. ഇത്തരത്തിലുള്ള പിഴകൾ അടച്ചു തീർത്തില്ലെങ്കിൽ അത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി തുകയിൽ നിന്നോ നേരിട്ട് ഈടാക്കാൻ അധികൃതർക്ക് അധികാരമുണ്ട്. ഇതുകൂടാതെ പിഴ കുടിശ്ശികയുള്ളവർക്ക് പുതിയ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനും ലേബർ കാർഡ് സേവനങ്ങൾക്കും വിസ പുതുക്കുന്നതിനും തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അതിനാൽ യുഎഇയിലെ ഓരോ ജീവനക്കാരനും തങ്ങളുടെ പോളിസി നിലവിലുണ്ടെന്നും അടവുകൾ കൃത്യമാണെന്നും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. തൊഴിൽ നഷ്ടപ്പെട്ടാലുടൻ ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ ചില കർശനമായ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് കുറഞ്ഞത് തുടർച്ചയായി 12 മാസമെങ്കിലും വ്യക്തി ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായി പ്രീമിയം അടച്ചിരിക്കണം എന്നതാണ്. ഈ 12 മാസത്തെ കാലയളവിനിടയിൽ 3 മാസത്തിൽ കൂടുതൽ പ്രീമിയം അടയ്ക്കാതിരിക്കുന്ന ഇടവേളകൾ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമതായി, ജോലി നഷ്ടപ്പെട്ടത് സ്വമേധയാ രാജിവെച്ചതാകരുത്.
പിരിച്ചുവിടൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് തെളിയിക്കുന്ന കമ്പനി ടെർമിനേഷൻ ലെറ്ററും മോഹറെ രേഖകളും നിർബന്ധമാണ്. കൂടാതെ UAE ലേബർ നിയമത്തിലെ ആർട്ടിക്കിൾ 44 പ്രകാരം അച്ചടക്ക ലംഘനം, വഞ്ചന അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചകൾ എന്നിവയുടെ പേരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. തൊഴിൽ നഷ്ടപ്പെട്ട് കൃത്യമായി 30 ദിവസത്തിനകം തന്നെ ILOE പോർട്ടലിലൂടെയോ ആപ്പിലൂടെയോ ക്ലെയിം സമർപ്പിച്ചിരിക്കണം. 30 ദിവസം കഴിഞ്ഞ് സമർപ്പിക്കുന്ന അപേക്ഷകൾ മറ്റ് യോഗ്യതകൾ ഉണ്ടെങ്കിൽ പോലും സിസ്റ്റം സ്വയം നിരസിക്കുന്നതാണ്. ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് തൊഴിലുടമ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കിയിരിക്കണം എന്നതും നിങ്ങൾ UAE-യിൽ തന്നെ തുടരുന്നു എന്ന് തെളിയിക്കുന്ന GDRFA ട്രാവൽ റിപ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണമെന്നതും പ്രധാനമാണ്. ILOE.ae എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിച്ച് എമിറേറ്റ്സ് ഐഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ടെർമിനേഷൻ ലെറ്റർ, അവസാനം ലഭിച്ച സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് അക്കൗണ്ട്, IBAN വിവരങ്ങൾ എന്നിവ സമർപ്പിച്ച് അപേക്ഷ നൽകാം. അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. പ്രവാസ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തൊഴിൽ അനിശ്ചിതത്വങ്ങളെ ധീരമായി നേരിടാനും സാമ്പത്തിക തകർച്ച ഒഴിവാക്കാനും ILOE ഇൻഷുറൻസ് ഓരോ പ്രവാസിക്കും വലിയൊരു സംരക്ഷണ കവചമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപ്രധാനവുമായ സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. UAE ദേശീയ എണ്ണ കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി ബന്ധമുള്ള 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണം പശ്ചിമേഷ്യൻ മേഖലയെ ആശങ്കയുടെ മുനമ്പിലെത്തിച്ചിരിക്കുന്നു. സംഭവത്തിൽ ആളപായമോ ജീവനക്കാർക്ക് പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നതും കപ്പലിലെ സ്ഥിതിഗതികൾ ഉടനടി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതും അഡ്നോക് അധികൃതരും UAE ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാമും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെ നിയമാനുസൃതമായി സഞ്ചരിക്കുകയായിരുന്ന വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഈ നീക്കത്തെ ശക്തമായ ഭാഷയിലാണ് UAE വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തുന്ന ഇത്തരം ചട്ടലംഘനങ്ങൾ തികഞ്ഞ കടൽ കൊള്ളയ്ക്ക് തുല്യമാണെന്നും അത് പ്രാദേശിക സുരക്ഷയ്ക്കും സമാധാനത്തിനും വൻ ഭീഷണിയാണെന്നും UAE തുറന്നടിച്ചു. ഈ ആക്രമണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നതും വിഷയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇതിനേതാനും ദിവസങ്ങൾക്ക് മുൻപും അഡ്നോക്കിന്റെ എണ്ണക്കപ്പലിന് നേരെ സമാനമായ രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായതായി UAE ആരോപിക്കുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യയിൽ US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള പരോക്ഷവും നേരിട്ടുള്ളതുമായ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഇതുവരെ അഡ്നോക്കിന്റെ 15ഓളം കപ്പലുകളാണ് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തികച്ചും പ്രകോപനരഹിതമായി തങ്ങളുടെ ജീവനക്കാർക്കും കപ്പലുകൾക്കും നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ എണ്ണ ഉൽപ്പാദനത്തെയും വിതരണത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് അഡ്നോക് വ്യക്തമാക്കിയിട്ടുണ്ട്. കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ അന്തരീക്ഷത്തിലും ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മുടക്കമില്ലാതെ ഊർജ്ജമെത്തിക്കാൻ കമ്പനി ശ്രമിക്കുന്നുണ്ടെങ്കിലും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നത് ചരക്ക് നീക്കത്തിന്റെ സുരക്ഷിതത്വത്തെ ഗുരുതരമായി ചോദ്യം ചെയ്യുന്നു. ഇറാന്റെ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പാസാക്കിയ പ്രമേയങ്ങളുടെ പരസ്യമായ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിരോധിക്കുന്നതിനുമായി UN രക്ഷാസമിതി പാസാക്കിയ 2817 നമ്പർ പ്രമേയത്തെ കാറ്റിൽ പറത്തുന്നതാണ് ഇറാന്റെ നീക്കങ്ങൾ. ഹോർമൂസ് കടലിടുക്കിനെ സ്വന്തം രാഷ്ട്രീയ സാമ്പത്തിക അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപാധിയായി ഉപയോഗിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും സാമ്പത്തികമായി ഞെരുക്കാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനുമുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ പുതിയ ആരോപണങ്ങൾക്ക് ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ലെങ്കിലും മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം അസ്ഥിരതകൾ ആഗോള വിപണിയെ വൻതോതിൽ ബാധിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഇടനാഴികളിലൊന്നാണ് ഒമാനും ഇറാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെയും ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെയും ഏകദേശം 20% കടന്നു പോകുന്നത് ഇടുങ്ങിയ ഈ സമുദ്രപാതയിലൂടെയാണ്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിദിനം 115-ലധികം ചരക്ക് കപ്പലുകൾ കടന്നുപോയിരുന്ന പാതയിൽ നിലവിലെ ഭീഷണി കാരണം കപ്പൽ ഗതാഗതം വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ്. കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കുകളും ചരക്ക് കൂലിയും കുതിച്ചുയർന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കാനും വിവിധ ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പണപ്പെരുപ്പം രൂക്ഷമാകാനും കാരണമായിട്ടുണ്ട്. കടലിടുക്ക് അടച്ചിടാനോ ഗതാഗതം തടസ്സപ്പെടുത്താനോ ഉള്ള നീക്കം ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള വലിയൊരു പ്രഹരമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കണമെന്നും പാതയിലൂടെയുള്ള യാത്രകൾക്ക് തങ്ങളുടെ അനുമതിയും നിർദ്ദേശങ്ങളും നിർബന്ധമാണെന്നുമുള്ള നിലപാടിലാണ് ഇറാൻ. തങ്ങളുടെ എതിരാളികളായ രാജ്യങ്ങളുമായി ബന്ധമുള്ളതോ ഇറാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതോ ആയ കപ്പലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം
സ്വീകരിക്കുമെന്ന് IRGC നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി ഈ തന്ത്രപ്രധാന പാതയുടെ നിയന്ത്രണം ഏകപക്ഷീയമായി ഏറ്റെടുക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ അമേരിക്കയും സഖ്യകക്ഷികളും ശക്തമായി എതിർക്കുന്നു. നിലവിൽ സമുദ്രപാതയുടെ ഭാവി നിയന്ത്രണം സംബന്ധിച്ച് ഒമാനുമായി ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ കർശന ഉപാധികൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തെക്കൻ സൗദി അറേബ്യയിലെ ജിസാനിലുള്ള സൗദി ആരാംകോ റിഫൈനറിക്ക് നേരെ വ്യാഴാഴ്ച ഡ്രോൺ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെടുന്നു. 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റിഫൈനറി ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് സബ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. യമൻ വ്യോമാതിർത്തി ലംഘിച്ചതിനുള്ള മറുപടിയായാണ് ഈ ആക്രമണം എന്നാണ് ഹൂതികളുടെ പക്ഷം. സൗദി അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലയാണ് ജിസാനിലെ ആരാംകോ റിഫൈനറി. പ്രതിദിനം 4 ലക്ഷം ബാരലിലധികം എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ള ഈ കേന്ദ്രത്തിന് നേരെ മുൻപും ഹൂതികൾ സമാനമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സാദ, ഹജ്ജ എന്നീ യമനി പ്രവിശ്യകളിൽ സൗദി നടത്തുന്ന ഡ്രോൺ നിരീക്ഷണങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും മറുപടിയായാണ് ഈ ആക്രമണമെന്ന് ഹൂതി ഔദ്യോഗിക വക്താവ് യാഹ്യ സാരി വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിരിമുറുക്കം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയുടെ നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്കിലുണ്ടാകുന്ന സമാധാന ലംഘനങ്ങൾ ഇന്ത്യ അടക്കമുള്ള വൻകിട എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിലും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അടിയന്തര ഇടപെടൽ അത്യാവശ്യമാണ്. ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ച് കടലിടുക്ക് ഉപാധികളില്ലാതെ തുറന്നു കൊടുക്കണമെന്ന് UAE ആവശ്യപ്പെടുമ്പോൾ ശക്തമായ നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. സൈനിക ബലപ്രയോഗങ്ങളും ആക്രമണങ്ങളും തുടർന്നാൽ അത് വൻ പ്രാദേശിക യുദ്ധമായി പടരുകയും ആഗോള സാമ്പത്തിക ഘടനയെ തന്നെ തകർക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ഇനി നോക്കാം മറ്റു ചില പ്രധാന ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. UAEയിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ശമ്പളം മുടങ്ങിയവർക്കും താങ്ങായി രാജ്യത്തിന്റെ സാമ്പത്തിക സംരക്ഷണ പദ്ധതികൾ. ഈ വർഷത്തെ ആദ്യ 6 മാസത്തിനിടെ മാത്രം 83.2 കോടി ദിർഹമാണ് നഷ്ടപരിഹാരമായും ഇൻഷുറൻസ് ആനുകൂല്യമായും വിതരണം ചെയ്തത്. തൊഴിലുടമകളിൽ നിന്ന് ശമ്പളമോ സേവനാനന്തര ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത 44,000-ലേറെ പേർക്ക് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം വഴി 32 കോടിയിലധികം ദിർഹം ലഭ്യമാക്കി. ഇതുവഴി ഓരോ തൊഴിലാളിക്കും ശരാശരി 7,000 ദിർഹത്തിന്റെ സാമ്പത്തിക പിന്തുണ ലഭിച്ചു. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കഴിഞ്ഞ 2 വർഷത്തിനിടെ 51.2 കോടി ദിർഹവും അർഹരായവർക്ക് കൈമാറിയിട്ടുണ്ട്. തൊഴിലാളി അവകാശങ്ങൾ ഉറപ്പാക്കാൻ 17 ഭാഷകളിൽ മാർഗനിർദ്ദേശ ക്ലാസുകൾ പൂർത്തിയാക്കിയതായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. വേനൽക്കാല ഉച്ചവിശ്രമ നിയമവും താമസ സൗകര്യങ്ങളുടെ പരിശോധനയും കർശനമായി തുടരുകയാണ്. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സഫർ മാസം 30 പൂർത്തിയാക്കി നബി ഉൽ അവൽ മാസം ഓഗസ്റ്റ് 14 ആരംഭിച്ചു. ഇതോടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ നബി ഉൽ അവൽ 12, അതായത് നബിദിനം ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ആചരിക്കും. കേരളത്തിലും ഇതേ ദിവസം തന്നെയാണ് നബിദിനം വരുന്നത്. UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മാസപ്പിറവി തീയതികൾ കേരളത്തോട് ഒത്തുപോകുന്നത്. ഇസ്ലാമിക കലണ്ടറിലെ 3ാമത്തെ മാസമായ റബി ഉൽ അവൽ പ്രവാചക സ്മരണകളാൽ സമ്പന്നമാണ്. നബിദിനത്തോടനുബന്ധിച്ച് പള്ളികളിലും മദ്രസകളിലും പ്രഭാഷണങ്ങൾ, മൗലിദ് ക്ലാസുകൾ, സന്ദേശയാത്രകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പൊതു അവധിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ അതത് ഭരണകൂടങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒന്നിച്ചു നേരിടാനും സാമ്പത്തിക വികസന രംഗങ്ങളിൽ പങ്കാളിത്തം വിപുലമാക്കാനും UAEയും ബഹ്റൈനും ധാരണയായി. അബുദാബിയിൽ വെച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വേഗത്തിലാക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ബഹ്റൈന് UAE നൽകി വരുന്ന നിരന്തരമായ പിന്തുണയ്ക്ക് രാജാവ് ഹമദ് ബിൻ ഈസ നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളിൽ പ്രമുഖ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. നാട്ടിൽ അവധിക്കെത്തിയ ദുബായിലെ മലയാളി പ്രവാസി എലിപ്പനി ബാധിച്ചു മരിച്ചു. ദുബായിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ സീനിയർ സെയിൽസ് സൂപ്പർവൈസറായിരുന്ന കണ്ണൂർ സ്വദേശി ടീജോ ജോർജാണ് ഓഗസ്റ്റ് 8 മരിച്ചത്. വയറിളക്കവും കടുത്ത ശരീരവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 2 ദിവസത്തിനുള്ളിലായിരുന്നു മരണം. ലബോറട്ടറി പരിശോധനാ ഫലങ്ങളിലാണ് മരണകാരണം എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത്. 3 പതിറ്റാണ്ടോളമായി UAEയിൽ ജോലി ചെയ്തു വന്നിരുന്ന ടീജോയുടെ വേർപാട് പ്രവാസി സമൂഹത്തിൽ വലിയ നടുക്കമുണ്ടാക്കി. ഈ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മഴക്കാല യാത്രകളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോഴും രോഗബാധയ്ക്കെതിരെ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് UAEയിലെ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി.
കുവൈറ്റിൽ സുപ്രധാന കേന്ദ്രം ലക്ഷ്യമിട്ട് വലിയ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി സുരക്ഷാ ഏജൻസികൾ തകർത്തു. സംഭവത്തിൽ ദായിഷ് ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ള കുവൈറ്റ് പൗരനെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. കുവൈറ്റ് സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസ് നടത്തിയ ശക്തമായ രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് ആക്രമണ പദ്ധതി വെളിച്ചത്ത് കൊണ്ടുവന്നത്. പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളും ഡ്രോണുകളും നിർമ്മിക്കുന്നതിൽ ഇയാൾ പരിശീലനം നേടിയിരുന്നതായും ആക്രമണം നടത്താനായി സ്വന്തമായി ഡ്രോൺ നിർമ്മിച്ചതായും വ്യക്തമാക്കി. പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രോസിക്യൂഷൻ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന തലക്കെട്ടിൽ മന്ത്രാലയം പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിനും തുടക്കം കുറിച്ചു. തീവ്രവാദ സംഘടനയായ IS-മായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ 2 കൗമാരക്കാരെ സുരക്ഷാ സേന അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു. കുവൈറ്റിലെ ആരാധനാലയത്തിന് നേരെ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. സോഷ്യൽ മീഡിയയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും വഴി കുട്ടികളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ സംഘടിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സംശയകരമായ അക്കൗണ്ടുകളെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്നും കുട്ടികളുടെ ഡിജിറ്റൽ താൽപര്യങ്ങളെക്കുറിച്ച് അവരോട് തുറന്നു സംസാരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഒമാന്റെ വിണ്ണിൽ വാന നിരീക്ഷണ പ്രേമികൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി പെർസീഡ് ഉൽക്കാവർഷം. ഒറ്റ രാത്രിയിൽ 332 ഉൽക്കകളാണ് ഒമാൻ ആസ്ട്രോണമി സൊസൈറ്റിയുടെ നിരീക്ഷണത്തിൽ തെളിഞ്ഞത്. ചന്ദ്രപ്രകാശമില്ലാത്ത അമാവാസി രാവും വ്യക്തമായ കാലാവസ്ഥയുമാണ് മനോഹരമായ ഈ കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. പ്രകാശ മലിനീകരണമില്ലാത്ത വിജനമായ സ്ഥലത്ത് നിന്ന് 7 അംഗ സംഘമാണ് നിരീക്ഷണം നടത്തിയത്. അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ 4 മണി വരെയുള്ള സമയത്താണ് കൂടുതൽ ഉൽക്കകളും പ്രത്യക്ഷപ്പെട്ടത്. ഒടുവിലത്തെ മണിക്കൂറിൽ മാത്രം 100-ലധികം ഉൽക്കകൾ ആകാശത്ത് വരമ്പുകളിട്ടു. ഓണം, സ്വാതന്ത്ര്യദിന അവധികൾ പ്രമാണിച്ച് നാട്ടിലേക്ക് തിരിക്കുന്ന പ്രവാസികൾക്ക് വിമാന കമ്പനികളുടെ നിർണായക ജാഗ്രതാ നിർദ്ദേശം. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നവർ എയർപോർട്ടിലേക്ക് തിരിക്കും മുമ്പ് വിമാന സർവീസുകളുടെ സമയക്രമം നിർബന്ധമായും പരിശോധിക്കണം. ഗൾഫ് മേഖലയിലെ ചില സർവീസ് വ്യതിയാനങ്ങളും വിമാനത്താവളങ്ങളിലെ കനത്ത തിരക്കുമാണ് ഇതിന് കാരണം. കൊച്ചി, തിരുവനന്തപുരം, ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങി പ്രധാന വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ സാധാരണയേക്കാൾ നേരത്തെ എയർപോർട്ടിലെത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതും പരിശോധനകൾക്ക് അധിക സമയമെടുക്കാൻ ഇടയാക്കും. ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്കായി കേരള സർക്കാരും നോർക്ക റൂട്ട്സും നടപ്പിലാക്കുന്ന പ്രവാസി ഇൻഷുറൻസ് പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 18 വരെ നീട്ടി. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നോർക്ക പ്രവാസി ID കാർഡുള്ള ജീവനക്കാർക്കും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബസമേതം പദ്ധതിയുടെ ഭാഗമാകാം. 5 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ്ലെസ് ചികിത്സാ സഹായവും നിലവിലുള്ള രോഗങ്ങൾക്ക് ആദ്യ ദിനം മുതൽ ഇൻഷുറൻസ് പരിരക്ഷയും ഇതിലൂടെ ലഭ്യമാകും. 70 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം. കുടുംബത്തിന് പ്രതിവർഷം 5499 രൂപ മുതലാണ് പ്രീമിയം ആരംഭിക്കുന്നത്. കൂടാതെ അപകട മരണം സംഭവിച്ചാൽ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ 50,000 രൂപയും പൂർണ്ണ വൈകല്യത്തിന് 5 ലക്ഷം രൂപ വരെയുള്ള സഹായവും ലഭിക്കും. 1 വർഷത്തെ കാലാവധിയുള്ള ഈ പോളിസി എല്ലാ വർഷവും പുതുക്കാവുന്നതുമാണ്. എണ്ണ ഇതര സാമ്പത്തിക മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ട് പുതിയ 5 വർഷ തന്ത്രപ്രധാന രേഖ പുറത്തിറക്കി സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി 2026 മുതൽ 2030 വരെയുള്ള കാലയളവിലേക്കുള്ള സമഗ്ര നിക്ഷേപ നയരേഖയാണ് ഭരണകൂടം അവതരിപ്പിച്ചത്. ടൂറിസം, ലോജിസ്റ്റിക്സ്, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, പുനരുപയോഗ ഊർജ്ജം, റിയൽ എസ്റ്റേറ്റ്, നിയോം പദ്ധതി എന്നിവ ഉൾപ്പെടുന്ന പ്രധാന മേഖലകളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിഷൻ പോർട്ട്ഫോളിയോ, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി തിരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. റിയാദ് എയർ, സൗദി എയർലൈൻസ്, STC തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ആഗോള ശേഷി കൂടുന്നതിനൊപ്പം വിദേശ നിക്ഷേപകർക്കും പ്രവാസികൾക്കും വലിയ തൊഴിൽ വ്യാപാര അവസരങ്ങളാണ് ഇതിലൂടെ തുറന്നു നൽകുന്നത്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.